തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം അവസാനിച്ചു. മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. വേതന വർധന സംബന്ധിച്ച കാര്യങ്ങളിൽ തീരുമാനമായി. നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നും ഉറപ്പ്. തൃശൂർ ACP രാജേഷ് സാറിൻ്റെ നേതൃത്വത്തിലുള്ള ചർച്ചയാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയത്. ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു സമരമാണ് യുവനയുടെ നേതൃത്വത്തിൽ നടന്നത്. അതിനോട് വളരെ ക്രിയാത്മകമായ നിലപാട് മാനേജ്മെൻറ്റ് ഭാഗത്തുണ്ടായി. അഭിനന്ദ പിതാവ് ആൻഡ്രൂ സ്ഥാനത്തിൽ പിതാവടക്കം നേരിട്ട് ചർച്ചയുടെ എല്ലാ ഘട്ടത്തിലും മാനേജ്മെൻറ്റുമായി സംസാരിച്ചു. CEO ബെന്നി അവറുകളായി കൃത്യമായി കോർഡിനേറ്റ് ചെയ്തു. അതിനെല്ലാം പിന്തുണയുമായിട്ട് ജസ്റ്റിൻ അച്ഛനും അതുപോലെ തന്നെ റെനി അച്ഛനും നേതൃത്വം കൊടുത്തോടുകൂടി ഒരു ശുഭകരമായ പര്യവസാനിയായിട്ട് തീരുകയാണ്. 141 ദിവസം ഈ സമരം നടന്നു. കേരള പോലീസിൻ്റെ ഏറ്റവും ശക്തമായ പിന്തുണ, എനിക്ക് തോന്നുന്നു കേരളത്തിൽ യുവനയ്ക്ക് ഇത്രയും പിന്തുണ ലഭിച്ചൊരു കേരള പോലീസ് ഉണ്ടായിട്ടില്ല. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, അങ്ങനെ 141 ദിവസമായി നടത്തുന്ന നഴ്സുമാരുടെ സമരമാണ് അവസാനിച്ചിരിക്കുന്നത്. അവരുടെ വേതന വർധനവ് അടക്കമുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർക്കിനി ഉടനടി തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുരഞ്ജന, കഴിഞ്ഞ 141 ദിവസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിക്ക് മുൻപിൽ നഴ്സുമാർ നടത്തിവന്ന സമരത്തിനാണ് ഇന്ന് പര്യവസാനമായിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിൽ വിവിധ ആശുപത്രികളിൽ നഴ്സുമാർ സമരം ആരംഭിച്ചു. എല്ലായിടത്തും സമരം ഒത്തുതീർന്നു. ഒടുവിൽ തൃശ്ശൂരിലത്തെ അമലയും അതുപോലെ ജൂബിലി മിഷൻ ആശുപത്രിയിലും മാത്രമാണ് സമരം നാളുകളായി സമരം നടത്തിയിട്ടും ഒത്തുതീരാതെ വന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അമല ആശുപത്രിയിലും സമരം ഒത്തുതീർന്നിരുന്നു. എന്നാൽ ജൂബിലി മിഷൻ ആശുപത്രിയിൽ മാത്രം സമരം വീണ്ടും തുടർന്നു. പല തവണ ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ ചർച്ച നടത്തി, പക്ഷേ സമരം ഒത്തുതീർന്നില്ല. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് അസിസ്റ്റന്റ് ലേബർ കമ്മീഷണറുമായി കൊച്ചിയിൽ UNAയുടെ പ്രതിനിധികളും അതുപോലെ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികളും ചർച്ച നടത്തി. രാവിലെ മുതൽ മണിക്കൂറുകളോളം നീണ്ട ഒരു ചർച്ച എത്തി. ഒരു ഘട്ടത്തിൽ സമരം ഒത്തുതീർന്നു എന്നുവരെ തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ അവസാനം സമരം ഒത്തുതീരാതെ ഇന്നലെ തന്നെ പിരിയുകയായിരുന്നു. തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും UNAയുടെ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉൾപ്പെടെയുള്ള നേതാക്കളും അതുപോലെ തന്നെ ആശുപത്രിയുടെ മാനേജ്മെന്റ് പ്രതിനിധികളും ഉൾപ്പെടെ രാവിലെ മുതൽ ആരംഭിച്ച ചർച്ചയ്ക്കാണ് ഇപ്പോൾ പര്യവസാനമായിരിക്കുന്നത്. ചർച്ചയിൽ പ്രധാനമായും ഒത്തുതീരാനുള്ള കാരണം ഈ സമരത്തിലിരുന്ന 250-ലധികം 300-ലധികം ജൂബിലിയിലെ നഴ്സുമാരെ യാതൊരുവിധ പ്രതികാര നടപടികളും കൂടാതെ തിരിച്ചെടുക്കും, എല്ലാവരെയും ഈ മാസം 30-നുള്ളിൽ തിരിച്ചെടുക്കാമെന്ന ഒരു ഉറപ്പ് UNAക്ക് ലഭിച്ചു എന്നാണ് ജാസ്മിൻ ഷാ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, വേതന വർധനവും കൂടി ഇവർ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ നിലവിൽ വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അടുത്ത 10 ദിവസത്തിനകം ലേബർ ഓഫീസർ, നിലവിൽ തൃശ്ശൂരിലെ ലേബർ ഓഫീസർ അവധിയിലാണ്. 10 ദിവസം കഴിഞ്ഞാൽ ലേബർ ഓഫീസർ തിരികെ ഡ്യൂട്ടിയിലേക്ക് എത്തും. ആ ലേബർ ഓഫീസർ ഈ 10-ാം തീയതിക്ക് ശേഷം തിരിച്ചെത്തുന്ന മുറയ്ക്ക് വീണ്ടും ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും ശമ്പള വർധനവിൽ എത്ര വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാകും. എന്തായാലും നഴ്സുമാർ ആവശ്യപ്പെട്ടിരുന്നത് ഈ സമരത്തിന്റെ തുടക്കഘട്ടത്തിൽ നഴ്സുമാർ ആവശ്യപ്പെട്ടിരുന്നത് 12,000 രൂപ വർധനവ് എന്നതാണ്. പക്ഷേ ആ ഒരു നിലയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടി എത്ര കണ്ട് ആശുപത്രി മാനേജ്മെന്റിന് വർദ്ധിപ്പിക്കാനാകും എന്നുള്ളൊരു കാര്യം ലേബർ ഓഫീസറുമായി എത്തി തുടർ ചർച്ചകളിലൂടെ മാത്രമേ കൃത്യമായി പറയാനാകൂ എന്നാണ് UNAയുടെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആരോഗ്യകരമായ ചർച്ചയായിരുന്നു ഇന്ന് എന്നാണ് UNAയുടെ അധ്യക്ഷൻ പറഞ്ഞത്. കാരണം തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് ആൻഡ്രൂ സ്ഥാനത്തും ഉൾപ്പെടെയുള്ളവർ പല ഘട്ടങ്ങളിലും ചർച്ചയിൽ നേരിട്ട് അല്ലെങ്കിൽ കൂടി പങ്കെടുത്തു, വിവരങ്ങൾ ആരാഞ്ഞു. അതുപോലെ തൃശൂർ സിറ്റി ACP, പുതിയതായി സ്ഥലം മാറിയെത്തിയ ACP രാജേഷ്, അദ്ദേഹവും ഈ ചർച്ചയിൽ വളരെ വലിയൊരു ഇടപെടൽ നടത്തി സമരം ഒത്തുതീരുന്നതിനായി. എന്തായാലും സഭയ്ക്ക് ഉൾപ്പെടെ UNA അധ്യക്ഷൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നഴ്സുമാർ വളരെ ആഹ്ലാദത്തിലാണ്. കാരണം ഒരിക്കലും ഒത്തുതീരില്ല എന്നു വരെ ഒരു ഘട്ടത്തിൽ വന്ന സമരമാണ് 141 ദിവസങ്ങൾക്ക് ശേഷം ഒത്തുതീർന്നത്. കഴിഞ്ഞ 5 ദിവസം മുൻപ് ആശുപത്രിക്ക് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുൻപ് ആശുപത്രിയുടെ പ്രധാന ഗേറ്റായ 3-ാമത്തെ ഗേറ്റ് പൂർണ്ണമായും ഉപരോധിച്ച് ഉൾപ്പെടെയുള്ള സമരത്തിലായിരുന്നു നഴ്സുമാർ. എന്തായാലും ആ ഉപരോധ സമരമൊക്കെ അവസാനിച്ചു. നഴ്സുമാർ ആ പന്തൽ കെട്ടിയുള്ള ഉപരോധ സമരമായിരുന്നു. പന്തൽ ഉൾപ്പെടെ അഴിച്ചുമാറ്റി, കസേരകൾ അഴിച്ചുമാറ്റി. എന്തായാലും സമരം പൂർണ്ണമായി അവസാനിച്ചു. അതിലൂടെ ആംബുലൻസുകൾ ഉൾപ്പെടെ ആശുപത്രിയിലേക്ക് വന്നു തുടങ്ങി. എന്തായാലും നഴ്സുമാർ അതിയായ സന്തോഷത്തിലാണ്. കാരണം ഇത്രയും ദിവസം ഈ സമരം എങ്ങോട്ട് എന്നില്ലാതെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സമരമായിരുന്നു. ആ സമരമാണ് ഇപ്പോൾ അതിനൊരു പര്യവസാനം വന്നിരിക്കുന്നത്, സന്തോഷകരമായ ഒരു അവസാനം വന്നിരിക്കുന്നത്. നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടി ഉണ്ടാകില്ല എന്നുള്ള ഒരു കാര്യം മാനേജ്മെന്റ് ഉറപ്പ് നൽകി. ശമ്പള വർധനവ് പിന്നീട് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നുള്ള ഒരു കാര്യവും ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അനുരഞ്ജന.
അതെ, കഴിഞ്ഞ 141 ദിവസങ്ങളായി തുടരുന്ന നഴ്സുമാരുടെ സമരമാണ് അങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവർക്കെതിരെ പ്രതികാര നടപടികളൊന്നും ഉണ്ടാവില്ല എന്ന് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുകയാണ്. ശമ്പള വർധനവിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന 10 ദിവസത്തിനകം തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണി.